ഉം, ഒരു പഴയ വീട് പുതുക്കി പണിയുന്ന കാര്യം ഇപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ അതൊരു രസകരമായ ഉദാഹരണമാണല്ലോ. അതെ, 60 വർഷമായിട്ട് ഓരോ പുതിയ ആവശ്യങ്ങൾ വരുമ്പോഴും ഓരോ പുതിയ മുറികൾ പണിയുന്നു, ഇടനാഴികൾ വളച്ചൊടിക്കുന്നു. അവസാനം ആ വീടിന്റെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു എന്ന് പോലും ആർക്കും മനസ്സിലാകാത്തൊരവസ്ഥ. ഒരു വാതിൽ തുറന്നാൽ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും ഉറപ്പില്ല. ശരിക്കും പറഞ്ഞാൽ 1961 ഇൻകം ടാക്സ് ആക്ടിന്റെ ഇന്നത്തെ അവസ്ഥ കൃത്യമായി ഇത് തന്നെയാണ്. അതെ അതെ, അതുകൊണ്ടാണ് 2026 ഏപ്രിൽ 1 നിലവിൽ വരുന്ന പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 കുറിച്ച് നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും CBDT പുറത്തിറക്കിയ ആ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് FAQs ഓൺ ഇന്റർപ്ലേ ആൻഡ് ട്രാൻസിഷൻ എന്ന രേഖയാണല്ലോ നമ്മുടെ ഇന്നത്തെ അടിസ്ഥാനം. അതെ, ഒരു ടാക്സ് പ്രാക്ടീഷണർ എന്ന നിലയിൽ ഈ മാറ്റം നിങ്ങളുടെ ഫേമിനെയും ക്ലയന്റുകളെയും എങ്ങനെ ബാധിക്കുമെന്നത് വളരെ നിർണായകമായൊരു കാര്യമാണ്. പഴയ നിയമത്തിലുണ്ടായിരുന്ന 819 സെക്ഷനുകൾ വെട്ടിച്ചുരുക്കി 536 സെക്ഷനുകളാക്കി. ഫോമുകളുടെ എണ്ണവും കുറഞ്ഞില്ലേ? 399 ഫോമുകൾ 190 ഫോമുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയ ആശ്വാസം തോന്നും. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? നിയമത്തിലെ വരികളും സെക്ഷനുകളും കുറഞ്ഞതുകൊണ്ട് മാത്രം ഈ സങ്കീർണതകൾ കുറയുമോ? അതോ പഴയ നമ്പറുകൾ പുതിയതിലേക്ക് മാറുമ്പോൾ പ്രാക്ടീഷണർമാർക്ക് തലവേദന ഇരട്ടിയാകുമോ? അതൊരു വളരെ കൃത്യമായ നിരീക്ഷണമാണ്. സെക്ഷനുകളുടെ എണ്ണം കുറഞ്ഞു എന്നത് സത്യം തന്നെ. പക്ഷേ ആ ചെറുതാക്കൽ എങ്ങനെ സംഭവിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പഴയ ഭാഗങ്ങൾ ഒഴിവാക്കിയതാണോ? 1961 നിയമം കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലായി എണ്ണമറ്റ അമെൻമെന്റുകളും പ്രൊവിസോകളും കാരണം ശരിക്കും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായിരുന്നു. അതെ അതെ, ഒരുപാട് എക്സ്പ്ലനേഷനുകൾ ഉണ്ടായിരുന്നു. ഒരു സെക്ഷൻ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ പലപ്പോഴും 4ഓ 5ഓ മറ്റ് സെക്ഷനുകളിലേക്ക് പോയി റെഫർ ചെയ്യേണ്ടി വരും. ആ ലൂപ്പ് സിസ്റ്റം ഉണ്ടല്ലോ. ആ ലൂപ്പ് സിസ്റ്റമാണ് പുതിയ നിയമം പൊളിച്ചെഴുതുന്നത്. കൃത്യമായി പറഞ്ഞു. പുതിയ 2025 ആക്ട് ലക്ഷ്യമിടുന്നത് പുതിയ നികുതികൾ കൊണ്ടുവരാനല്ല, മറിച്ച് കാര്യങ്ങൾ സുതാര്യമാക്കാനാണ്. ഓഹോ, അപ്പൊ അപ്രസക്തമായ ഭാഗങ്ങൾ വെട്ടിമാറ്റി. അതെ, ഉപയോഗിക്കാത്ത ഭാഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റിയും സമാനമായ വ്യവസ്ഥകൾ ഒരൊറ്റ കുഴക്കീഴിൽ കൊണ്ടുവന്നുമാണ് ഈ 536 എന്ന നമ്പറിലേക്ക് അവരെത്തിയത്. മനസ്സിലായി. പക്ഷേ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ടാക്സ് പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസിഷൻ സമയം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. കാരണം നമ്മൾ പഠിച്ചതെല്ലാം മാറ്റേണ്ടി വരും, അല്ലേ? പതിറ്റാണ്ടുകളായി നമ്മുടെ തലച്ചോറിൽ പതിഞ്ഞുകിടക്കുന്ന സെക്ഷൻ നമ്പറുകളും സിസ്റ്റം മാപ്പിംഗും മുഴുവനായി അൺലേൺ ചെയ്യേണ്ടി വരും. ശരിയാണ്. ആ അൺലേണിംഗ് പ്രോസസ്സിലെ ഏറ്റവും വലിയ ആനയാണ് ഈ പ്രീവിയസ് ഇയർ, പിന്നെ അസസ്മെന്റ് ഇയർ എന്നീ കൺസെപ്റ്റുകൾ. അത് വലിയൊരു മാറ്റമാണ്. പുതിയ നിയമം വന്നതോടെ ഈ ഇരട്ട വർഷങ്ങളുടെ ആശയക്കുഴപ്പം ഒഴിവാക്കി ഒറ്റ ടാക്സ് ഇയർ എന്ന സമ്പ്രദായത്തിലേക്ക് മാറുന്നുവെന്നാണ് CBDT രേഖകൾ പറയുന്നത്. തീർച്ചയായും. സത്യത്തിൽ എന്തിനായിരുന്നു 1961 നിയമത്തിൽ ഇങ്ങനെ 2 വ്യത്യസ്ത വർഷങ്ങൾ വെച്ചിരുന്നത്? ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇന്നൊരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വർഷം വന്ന് അതിന്റെ ബില്ല് കൊടുക്കുന്ന ഒരു ഏർപ്പാട്. അതെ അതെ, അതൊരു തരം വിചിത്രമായ ഏർപ്പാടായിരുന്നു പഴയ അസസ്മെന്റ് ഇയർ കൺസെപ്റ്റ്. റെസ്റ്റോറന്റ് അനലോജി വളരെ രസകരമാണ്. മാത്രമല്ല അത് വളരെ കൃത്യവുമാണ്. 1961 ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറുകളോ ഫയലിംഗ് സിസ്റ്റങ്ങളോ ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം മാനുവൽ ബുക്ക് കീപ്പിംഗ് ആയിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക വർഷം അവസാനിച്ചാൽ ആ വർഷത്തെ വരുമാനവും ചിലവും കൃത്യമായി കണക്കുകൂട്ടി നികുതി നിർണയിക്കാൻ സർക്കാരിനും നികുതിദാതാവിനും പൂർണ്ണമായ ഒരു വർഷം കൂടി ആവശ്യമായിരുന്നു. അപ്പോൾ സമയം ആവശ്യമായിരുന്നു. അങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ വരുമാനമുണ്ടാക്കുകയും അസസ്മെന്റ് ഇയറിൽ നികുതി നിർണയിക്കുകയും ചെയ്യുന്ന രീതി വന്നത്. ഓഹോ, പക്ഷേ ഇന്ന് എല്ലാം റിയൽ ടൈം ആണല്ലോ. അതെ, എല്ലാം റിയൽ ടൈമാണ്. ആ പഴയ രീതി ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ തികച്ചും അനാവശ്യമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമം ഈ ഗ്യാപ്പ് ഇല്ലാതാക്കി ടാക്സ് ഇയർ എന്ന ഒറ്റ കൺസെപ്റ്റിലേക്ക് മാറുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2026-27 എന്നത് ഇനി മുതൽ ടാക്സ് ഇയർ 2026-27 എന്ന് തന്നെ ആയിരിക്കും അറിയപ്പെടുക. വരുമാനവും നികുതിയും ഒരേ വർഷത്തിൽ തന്നെ ട്രാക്ക് ചെയ്യപ്പെടും. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇവിടെ വിട്ടുപോയ വർഷങ്ങളോ അഥവാ മിസ്സിംഗ് ഇയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
എന്താണ് ഉദ്ദേശിച്ചത്? അതായത് 2025-26 സാമ്പത്തിക വർഷത്തിലെ വരുമാനം പഴയ നിയമപ്രകാരം അസസ്മെന്റ് ഇയർ 2026-27 കണക്കാക്കും. ശരിയാണ്. തൊട്ടടുത്ത ദിവസം, അതായത് 2026 ഏപ്രിൽ 1 മുതലുള്ള വരുമാനങ്ങൾ പുതിയ നിയമപ്രകാരം ടാക്സ് ഇയർ 2026-27 മാറും. ഒരേ പേരിലുള്ള രണ്ട് വ്യത്യസ്ത വർഷങ്ങൾ. അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇവിടെ പുതിയ നിയമത്തിലെ സെക്ഷൻ 536 സബ്സെക്ഷൻ 3 ഒരു പ്രധാന റോൾ വഹിക്കുന്നുണ്ടെന്ന് ഞാൻ വായിച്ചു. അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ആ ട്രാൻസിഷൻ വളരെ നിർണായകമാണ്. ഒരൊറ്റ ദിവസം പോലും നികുതി വലയ്ക്ക് പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് ആ സെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണ് പറയുന്നത്? ഈ സെക്ഷൻ പറയുന്നത് പഴയ വർഷങ്ങളെ സൂചിപ്പിക്കാൻ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ടാക്സ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ പ്രീവിയസ് ഇയറായി തന്നെ വായിച്ചെടുക്കണമെന്നാണ്. ഓഹോ, അപ്പൊ അതൊരു ഇന്റർപ്രിറ്റേഷൻ റൂളാണ്. അതെ. അതായത് പുതിയ നിയമത്തിലെ ഒരു സെക്ഷൻ വെച്ച് നിങ്ങൾ 2024 ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ടാക്സ് ഇയർ എന്ന് എഴുതിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ എന്ന് തന്നെ അർത്ഥമാക്കണം. മനസ്സിലായി. പഴയ കാര്യങ്ങളെ പുതിയ നിയമത്തിന്റെ ലെൻസിലൂടെ നോക്കുമ്പോൾ യാതൊരു വിടവും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ലീഗൽ ബ്രിഡ്ജാണിത്. അതായത് ലീഗലായിട്ടുള്ള ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ റിയൽ ടൈം കംപ്ലയൻസിലേക്ക് മാറുമ്പോൾ നമ്മുടെ ക്ലയന്റുകളുടെ സിസ്റ്റങ്ങൾ അതിന് തയ്യാറാണോ എന്നതാണ് എന്റെ വലിയൊരു സംശയം. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ അസസ്മെന്റ് ഇയറിൽ നിന്ന് ടാക്സ് ഇയറിലേക്കും പഴയ സെക്ഷൻ നമ്പറുകളിൽ നിന്ന് പുതിയ സെക്ഷനുകളിലേക്കും മാറുമ്പോൾ ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വലിയൊരു മാനുഫാക്ചറിംഗ് കമ്പനി അവരുടെ സാപ്പ് അല്ലെങ്കിൽ ഒറാക്കിൾ പോലെയുള്ള ERP സിസ്റ്റങ്ങളിൽ ആയിരക്കണക്കിന് ഓട്ടോമേറ്റഡ് പണമിടപാടുകളാണ് ദിവസവും നടക്കുന്നത്. മാർച്ച് 31 അർദ്ധരാത്രിക്ക് മുൻപ് അവർ ഈ പഴയ സെക്ഷനുകൾ പുതിയതിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഏപ്രിൽ 1 എന്തായിരിക്കും അവസ്ഥ? ശരിക്കും പറഞ്ഞാൽ അതൊരു ദുരന്തമായിരിക്കും. അല്ലേ? വലിയ പ്രശ്നമാകും. കാരണം ഏപ്രിൽ 1 അവർ നടത്തുന്ന ആദ്യത്തെ പേയ്മെന്റിൽ തന്നെ തെറ്റായ പഴയ സെക്ഷൻ കോഡുകളായിരിക്കും സിസ്റ്റം ജനറേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് പഴയ 194C. അതെ, കോൺട്രാക്ട് പേയ്മെന്റുകൾക്കുള്ള പഴയ സെക്ഷൻ 194C പുതിയ നിയമത്തിൽ സെക്ഷൻ 393 മാറുകയാണ്. ഓഹോ. ഏപ്രിൽ 1 സിസ്റ്റം 194C വെച്ച് ഒരു വലിയ TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കിയാൽ ഇൻകം ടാക്സ് പോർട്ടൽ അത് വാലിഡേഷൻ എറർ കാണിച്ച് റിജക്റ്റ് ചെയ്യും. അപ്പോ ആയിരക്കണക്കിന് ട്രാൻസാക്ഷനുകൾ ഒരൊറ്റയടിക്ക് ഫെയിലാകും. കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ERP സിസ്റ്റങ്ങളും പേറോൾ സിസ്റ്റങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് വെറും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ല. അല്ല, ഇതൊരു സമ്പൂർണ്ണ കംപ്ലയൻസ് ഓവർഹോൾ ആണ്. അപ്പോൾ സിസ്റ്റം മാത്രമല്ല, അക്കൗണ്ടിങ്ങും ഒരുപാട് മാറേണ്ടി വരും അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇയർ 25-26ലെയും ഫിനാൻഷ്യൽ ഇയർ 26-27ലെയും വരുമാനങ്ങളും ചെലവുകളും കൃത്യമായി വേർതിരിക്കുന്ന ഡിമാർക്കേഷൻ പ്രോസസ്. അതെ, അത് വളരെ പ്രധാനമാണ്. ഇത് വെറുതെ ഒരു വര വരയ്ക്കുന്നത് പോലെയല്ല. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ, അക്രൂവലുകൾ, ഓവർലാപ്പ് ആകുന്ന ഇൻവോയ്സുകൾ ഇവയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? അതൊരു വലിയ വെല്ലുവിളിയാണ്. ഫോം 26ASഉം ആനുവൽ ടാക്സ് സ്റ്റേറ്റ്മെന്റും ഓരോ വർഷത്തേക്കും പ്രത്യേകം റീകൺസൈൽ ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കുമല്ലോ. വളരെ വലിയ ടാസ്കാണ്. അവിടെയാണ് ഒരു ടാക്സ് പ്രാക്ടീഷണറുടെ റോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഹായ്, ഞാൻ സുബിൻ VR, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഈ പോഡ്കാസ്റ്റിനിടയിൽ ചെറിയൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. നിങ്ങളൊരു ടാക്സ് പ്രാക്ടീഷണറോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ടാക്സ് ആൻഡ് ഫിനാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഇനി പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 1961 ആ പഴയ ഇൻകം ടാക്സ് ആക്ട് മാറി പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 വന്നു കഴിഞ്ഞു. ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് സെക്ഷൻസ്, ഫോംസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ മാറി. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള 80C, 80D, 194C, 194J, 44AD, പിന്നെ ഫോംസുകളുണ്ടല്ലോ 26AS, AIS, ഫോം 16, 16A, 15G, 15H, ഇങ്ങനെയുള്ളതൊന്നും ഈ പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 നിങ്ങൾ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീൽഡ് ഔട്ടായി പോകും. ഒരു ചേഞ്ചൊക്കെ വരുമ്പോഴുണ്ടല്ലോ, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് മുൻനിരയിലേക്ക് എത്തുന്നത്, ആ പ്രൊഫഷനിൽ ശരിക്കും ഔട്ട് പെർഫോം ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഞാൻ ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലാണ് കേട്ടോ, വീക്കിലി ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ഇൻകം ടാക്സ് ആക്ട് 2025 കവർ ചെയ്യും. ഓൺലൈനായിട്ട് സൂം പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ്സുകൾ നടത്തുന്നത്. ക്ലാസ്സുകൾ ലൈവ് ആയിരിക്കും. ഇനി എങ്ങാനും നിങ്ങൾക്കൊരു ക്ലാസ് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം അതിൻ്റെ റെക്കോർഡ്സ് നിങ്ങൾക്ക് ലൈഫ് ടൈം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു തീർക്കാം. മാത്രമല്ല നമ്മളവിടെ സ്റ്റഡി മെറ്റീരിയൽസ്, അസൈൻമെൻറ്റ്സുകൾ, പ്രസൻറ്റേഷൻസ്, ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട്, റൂൾസ്, എല്ലാ സംഭവങ്ങളും നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് 2025 ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും AI ഫോർ അക്കൗണ്ടൻസ് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ് കോഴ്സ് എബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ മണിക്കൂറുകളും അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വെറും മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ ചെയ്തു തീർക്കാം എന്നാണ് ഞാൻ ആ ക്ലാസ്സിലൂടെ കാണിച്ചു തരുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6000 റുപ്പീസാണ്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 500 പേർക്ക് 2999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഓൾമോസ്റ്റ് 500ൻ്റെ അടുത്ത് എത്താറായി. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഫീൽഡ് ഔട്ടായി പോവാതിരിക്കാനായിട്ട് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025 ഒരുമിച്ച് പഠിക്കാം. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ വെച്ചിട്ട് എങ്ങനെ മണിക്കൂറുകളോളം ദിവസം സേവ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025 ക്ലാസ്സസിൽ കാണാം. അപ്പോൾ ഇനി പോഡ്കാസ്റ്റിലേക്ക് തിരിച്ചെത്താം. വളരെ വലിയ ടാസ്ക്കാണ്. അവിടെയാണ് ഒരു ടാക്സ് പ്രാക്ടീഷണറുടെ റോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. മാർച്ച് 31 കട്ട് ഓഫ് വളരെ കൃത്യമായിരിക്കണം. വേറെ ഫോമുകളിലും മാറ്റമുണ്ടോ? ഉണ്ട്. പഴയ 15 CA, 15 CB ഫോമുകൾ പുതിയ നിയമത്തിൽ 145, 146 ഫോമുകളായി മാറുന്നത് ഉദാഹരണമായി എടുക്കാം. ഓഹോ, പുതിയ നമ്പറുകൾ. തീയതി നോക്കി ശരിയായ ഫോം തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ വിദേശത്തേക്കുള്ള പണമയക്കൽ ഉൾപ്പെടെയുള്ള പ്രോസസ്സിംഗുകൾ തടസ്സപ്പെടും. രേഖകൾ കൃത്യമായി ലേബൽ ചെയ്തു വയ്ക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. ഈ കട്ട് ഓഫ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിലെ ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. സിസ്റ്റം മാപ്പിങ്ങിനെക്കുറിച്ചും അക്കൗണ്ടിംഗ് ഡിമാർക്കേഷനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. എന്നാൽ ദൈനംദിന പണമിടപാടുകളായ TDS പിടിക്കുന്ന കാര്യത്തിൽ ഈ കട്ട് ഓഫ് എങ്ങനെ വർക്ക് ചെയ്യും? അതൊരു നല്ല ചോദ്യമാണ്. നിയമപ്രകാരം TDS ബാധ്യത ട്രിഗർ ചെയ്യുന്നത് പണം നൽകുന്നതോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതോ, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതിനടിസ്ഥാനമാക്കിയാണല്ലോ. അതെ, ശരിയാണ്. ഞാനൊരു യഥാർത്ഥ സാഹചര്യം ചോദിക്കട്ടെ. 2026 മാർച്ച് 31 ഒരു കമ്പനി അവരുടെ ബുക്കിൽ ഒരു പ്രൊവിഷൻ എൻട്രി പാസാക്കി വെൻഡർക്ക് തുക ക്രെഡിറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും പഴയ 1961 നിയമപ്രകാരം TDS പിടിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ വെൻഡർക്ക് ശരിക്കും പണം ബാങ്കിലൂടെ നൽകുന്നതും ഗവൺമെന്റിലേക്ക് TDS അടയ്ക്കുന്നതും ഏപ്രിൽ 15-നാണ്. അതായത് പുതിയ നിയമം വന്നതിന് ശേഷം. അപ്പോൾ ഏത് നിയമപ്രകാരം പണമടച്ചും? ഇതൊരു കോമൺ ഡൗട്ടാണ്. പുതിയ സെക്ഷനും പുതിയ ചലാനും ഉപയോഗിക്കണോ അതോ പഴയതാണോ? ഇവിടെ പ്രാക്ടീഷണർമാർ ശരിക്കും കൺഫ്യൂസ്ഡ് ആവില്ലേ? തീർച്ചയായും കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ CBDT ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ബാധ്യതയുണ്ടായ തീയതിയാണ് ഇവിടെ പ്രധാനം. അതായത് ലയബിലിറ്റി ഡേറ്റ്. അതെ, അല്ലാതെ പണമടയ്ക്കുന്ന തീയതിയല്ല. നിങ്ങളുടെ ഉദാഹരണത്തിൽ മാർച്ച് 31 ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ 1961 നിയമപ്രകാരമുള്ള TDS ബാധ്യത ട്രിഗർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ പഴയ നിയമം. അതെ. അതിനാൽ നിങ്ങൾ ഏപ്രിൽ 15 പണമടച്ചാൽ പോലും നിലവിലുള്ള പഴയ ചലാനുകളും പഴയ സെക്ഷൻ കോഡുകളും ഉപയോഗിച്ച് പഴയ നിയമപ്രകാരം തന്നെ ആ തുക ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. മനസ്സിലായി. അതായത് ഇവന്റ് നടന്നത് പഴയ നിയമത്തിന്റെ കാലത്തായതുകൊണ്ട് അതിന്റെ സെറ്റിൽമെന്റും പഴയ നിയമപ്രകാരം തന്നെ ആയിരിക്കണം. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കുറഞ്ഞ TDS നിരക്കിനായുള്ള സർട്ടിഫിക്കറ്റുകളുടെ അവസ്ഥയോ? സാധാരണയായി ക്ലയന്റുകൾ പഴയ ഫോം 13 ഉപയോഗിച്ചാണല്ലോ അതിനപേക്ഷിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പഴയ ഫോം 13 പുതിയ ടാക്സ് ഇയറിലേക്ക് വാലിഡ് അല്ല. അല്ലേ? പിന്നെ ഏതാണ് ഫോം? പുതിയ നിയമത്തിൽ അതിന് പകരമായി വരുന്നത് ഫോം 28 ആണ്. ഫോം 28. ടാക്സ് ഇയർ 2026-27 മുതൽ ഈ കുറഞ്ഞ നിരക്കിലുള്ള TDS ആനുകൂല്യം ലഭിക്കാൻ ക്ലയന്റുകൾ ഫോം 28 വഴി നേരത്തെ തന്നെ അപേക്ഷിക്കണം. അതല്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ മുഴുവൻ ശതമാനം TDSഉം പിടിക്കപ്പെടുന്ന അവസ്ഥ വരും.
അത് വലിയ പ്രശ്നമാവുമല്ലോ. അഡ്വാൻസ് ടാക്സിന്റെ കാര്യമോ? അഡ്വാൻസ് ടാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ തീയതികൾക്ക് മാറ്റമില്ല. പക്ഷേ അടയ്ക്കുമ്പോൾ അത് ടാക്സ് ഇയർ 2026-27 എന്ന പേരിൽ തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കണം. ശരി. ഭാവിയിലെ ഇടപാടുകളും ദൈനംദിന കംപ്ലയൻസുകളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. എന്നാൽ ഭൂതകാലത്തെ കേസുകളുടെ, അതായത് പെൻഡിംഗ് പ്രൊസീഡിംഗ്സിന്റെ അവസ്ഥയെന്താകും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പഴയ നിയമം റദ്ദാക്കപ്പെടുമ്പോൾ പഴയ കേസുകൾക്കെല്ലാം എന്ത് സംഭവിക്കും? ഇവിടെ എനിക്കൊരു രസകരമായ കാര്യം തോന്നുന്നത് ഇതൊരു 1961 നിയമത്തിന്റെ പ്രേതം പോലെയാണ്. പ്രേതം? ഹലോ, അതൊരു നല്ല പ്രയോഗമാണ്. അതായത് 2027-ലോ 2028-ലോ ഒരു ഫേമിൽ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരു പുതിയ ജൂനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ 2025 നിയമം മാത്രം പഠിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല. ഇല്ല, തീർച്ചയായും പോരാ. പഴയ അപ്പീലുകളും കേസുകളും കൈകാര്യം ചെയ്യാൻ അയാൾ യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത മരിച്ചുപോയ 1961 നിയമം കൂടി മുഴുവനായി പഠിക്കേണ്ടിവരും എന്നല്ലേ ഇതിനർത്ഥം? ആബ്സലൂട്ട്ലി. ആ 1961 നിയമത്തിന്റെ പ്രേതമെന്ന പ്രയോഗം 100% ശരിയാണ്. ടാക്സ് നിയമങ്ങൾ എന്നത് ഒരു കലണ്ടർ ഇയറിൽ അവസാനിക്കുന്ന ഒന്നല്ലല്ലോ. അതേ, വർഷങ്ങൾ നീളും. പഴയ ഒരു നികുതി തർക്കം തീർക്കാൻ ചിലപ്പോൾ 10-15 വർഷങ്ങൾ എടുത്തേക്കാം. അതിനാണ് പുതിയ നിയമത്തിൽ സെക്ഷൻ 536 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ആ റിപ്പീൽ ആൻഡ് സേവിങ്സ് ക്ലോസ്. അതെ, ഈ വകുപ്പ് പ്രകാരം പഴയ വർഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും, അസസ്മെന്റുകളും അപ്പീലുകളും പഴയ 1961 നിയമപ്രകാരം തന്നെ തുടരും. ഓഹോ, അപ്പൊ പഴയ നിയമം മരിക്കുന്നില്ല? ഇല്ല, 2025 ആക്ട് വന്നാലും പഴയ കേസുകൾക്ക് 1961 ആക്ട് ജീവിച്ചിരിപ്പുണ്ടാകും. ഇതിനായി പ്രാക്ടീഷണർമാർ 3 ഘട്ടങ്ങളുള്ള ഒരു വ്യക്തമായ പരിശോധനാക്രമം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സീക്വൻസ് ഒന്ന് വിശദമായി പറയാമോ? കാരണം ഒരു നോട്ടീസ് കയ്യിൽ കിട്ടുമ്പോൾ ഇത് പുതിയ നിയമപ്രകാരമാണോ പഴയ നിയമപ്രകാരമാണോ എന്ന് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. അതെ, അത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് സെക്ഷൻ 148A പോലെയുള്ള നോട്ടീസുകൾ വരുമ്പോൾ. ഈ ഫയലിംഗ് പോർട്ടൽ പുതിയ 2025 നിയമത്തിലേക്ക് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ പഴയ 1961 നിയമപ്രകാരമുള്ള ഒരു നോട്ടീസിന് നമ്മൾ എങ്ങനെ ഓൺലൈനായി മറുപടി നൽകും? ആ സീക്വൻസ് ഇങ്ങനെയാണ്. ഒന്നാമതായി, വിഷയം ഏത് തീയതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കുക. അത് 2026 ഏപ്രിൽ 1 മുൻപുള്ള ടാക്സ് വർഷമാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, തീയതി നോക്കുക. രണ്ടാമതായി, അങ്ങനെയാണെങ്കിൽ പുതിയ നിയമം വന്നതിന് ശേഷം നോട്ടീസ് അയച്ചാൽ പോലും ആ കേസ് പഴയ നിയമപ്രകാരമായിരിക്കും കൈകാര്യം ചെയ്യുക. അതായത് ഏപ്രിൽ 1 ശേഷമാണ് നോട്ടീസ് വരുന്നതെങ്കിലും. അതെ. ഇനി മൂന്നാമതായി, നിങ്ങൾ ചോദിച്ച 148A ഉദാഹരണം തന്നെ എടുക്കാം. 2026 മാർച്ചിൽ പഴയ നിയമത്തിലെ സെക്ഷൻ 148A സബ്സെക്ഷൻ 1 പ്രകാരം നിങ്ങളുടെ ക്ലയന്റിന് ഒരു നോട്ടീസ് ലഭിച്ചുവെന്ന് കരുതുക. നിങ്ങൾ അതിന് മറുപടി നൽകുന്നതും തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ 148 നോട്ടീസ് പുറപ്പെടുവിക്കുന്നതുമൊക്കെ ഏപ്രിലിൽ പുതിയ നിയമം വന്നതിന് ശേഷമായിരിക്കും. ശരിയാണ്. എന്നിരുന്നാലും ആ റീ അസസ്മെന്റ് പ്രക്രിയ മുഴുവനായും പഴയ 1961 നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം തന്നെ നടക്കും. പോർട്ടലിന്റെ കാര്യമോ? പോർട്ടലിന്റെ കാര്യം CBDT വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫയലിംഗ് പോർട്ടൽ സമാന്തരമായി പഴയ വ്യവസ്ഥകളെയും പുതിയ വ്യവസ്ഥകളെയും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഓൺലൈനായി പഴയ ഫോമുകളിൽ തന്നെ മറുപടി നൽകാൻ സാധിക്കും. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിലവില് CIT അപ്പീൽസ്, ITAT, ഹൈക്കോടതികൾ എന്നിവയ്ക്ക് മുൻപുള്ള അപ്പീലുകളും പഴയ നിയമപ്രകാരം തന്നെ തീർപ്പാക്കപ്പെടും, അല്ലേ? അതെ, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇതില് എനിക്ക് മറ്റൊരു പ്രധാന സംശയം ചോദിക്കാനുള്ളത് പഴയ നിയമപ്രകാരം ഒരു ബിസിനസ്സിനുണ്ടായ നഷ്ടങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിലാണ്. ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അതെ, അത് പുതിയ നിയമത്തിലും അനുവദിക്കുമോ? ഒരു നിയമം മാറി മറ്റൊരു നിയമം വരുമ്പോൾ പഴയ നഷ്ടങ്ങൾ സെറ്റ് ഓഫ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? യാതൊരു തടസ്സവുമില്ല. പഴയ നിയമപ്രകാരം ക്യാരി ഫോർവേഡ് ചെയ്ത നഷ്ടങ്ങൾ അവയുടെ യഥാർത്ഥ സ്വഭാവം അഥവാ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ടുതന്നെ പുതിയ നിയമത്തിലും സെറ്റ് ഓഫ് ചെയ്യാൻ അനുവദിക്കും. ഓഹോ, സ്വഭാവം മാറില്ല. അതെ, അതായത് പഴയ നിയമത്തിൽ അതൊരു സ്പെക്കുലേറ്റീവ് ബിസിനസ് നഷ്ടമാണെങ്കിൽ പുതിയ നിയമത്തിലും അത് സ്പെക്കുലേറ്റീവ് ബിസിനസ് നഷ്ടമായി തന്നെ പരിഗണിക്കും. അതിന് മാറ്റമൊന്നും വരില്ല. വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണത്. അപ്പീലുകളും റീഅസസ്മെന്റുകളും എല്ലാം അവസാനിക്കുന്നതുവരെ പഴയ അവകാശങ്ങളും ബാധ്യതകളും പുതിയ നിയമത്തിലേക്ക് സുരക്ഷിതമായി ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ചുരുക്കത്തിൽ 2026 എന്ന വർഷം ടാക്സ് പ്രാക്ടീഷണർമാരെ സംബന്ധിച്ചിടത്തോളം
ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ അതെ. ഒരേ സമയം പഴയ നിയമത്തിന്റെ അവസാനവും പുതിയ നിയമത്തിന്റെ തുടക്കവും അവർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ വളരെ നിർണായകമാണ്. തീർച്ചയായും. പ്രീവിയസ് ഇയർ കൺസെപ്റ്റിൽ നിന്ന് റിയൽ ടൈം ടാക്സ് ഇയറിലേക്കുള്ള മാറ്റം, ERP സിസ്റ്റങ്ങളിലെ സെക്ഷൻ മാപ്പിംഗ്, TDS ബാധ്യതകളിലെ കട്ട് ഓഫ് ഡേറ്റുകൾ, പിന്നെ നമ്മൾ പറഞ്ഞ ആ 1961 പ്രേതം അഥവാ പെൻഡിംഗ് കേസുകളുടെ നടത്തിപ്പ്, ഇതെല്ലാം പ്രാക്ടീഷണർമാർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെ, ഈ മാറ്റങ്ങളെല്ലാം സുഗമമാക്കാൻ സിസ്റ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ക്ലയന്റുകളുടെ കംപ്ലയിന്റ്സ് ഡാറ്റ കൃത്യമായി ഡിമാർക്കേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് മാത്രമാണ് ടാക്സ് പ്രാക്ടീഷണർമാരുടെ മുൻപിലുള്ള പോംവഴി. ഈ വലിയ പരിവർത്തന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സഹായിക്കുന്ന ചില സുപ്രധാന വിവരങ്ങൾ കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. പറയൂ. ടാക്സ് പ്രാക്ടീഷണർമാരെ പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 എളുപ്പത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ ഫേമിന്റെ സിസ്റ്റങ്ങൾ അതിനനുസരിച്ച് മാറ്റാനും സഹായിക്കുന്നതിനായി MyCA ചാനൽ ഇതുപോലുള്ള കൂടുതൽ വ്യക്തവും ആഴത്തിലുള്ളതുമായ ഓഡിയോകളുമായി ഉടൻ വരുന്നുണ്ട്. അതൊരു വളരെ നല്ല സംരംഭമാണ്. പ്രാക്ടീഷണർമാർക്ക് അതൊരു വലിയ സഹായമായിരിക്കും. തീർച്ചയായും. കൂടാതെ ഈ പുതിയ നിയമത്തെ പ്രായോഗികമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതിനായി CA സുബിൻ VR ഒരു പ്രത്യേക ഇൻകം ടാക്സ് ആക്ട് 2025 കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ്. അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആദ്യത്തെ കമന്റിലും ഈ ഡെസ്ക്രിപ്ഷനിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. വിശദമായ പഠനത്തിന് അതൊന്ന് തീർച്ചയായും പരിശോധിക്കുക. ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളും കൃത്യമായ ചർച്ചകളും ഈ മാറൽ പ്രക്രിയയിൽ പ്രാക്ടീഷണർമാർക്ക് വലിയ കോൺഫിഡൻസ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ് ഫെയിലിയറുകൾ ഒഴിവാക്കാനുള്ള ഏകവഴി. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു അവസാന ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. എന്താണത്? പുതിയ നിയമം 819 നിന്ന് 536 സെക്ഷനുകളായി ചുരുങ്ങി വാക്കുകളും ഘടനയും ലളിതമാക്കി എന്ന് നമ്മൾ കണ്ടല്ലോ. അതെ. എന്നാൽ കഴിഞ്ഞ 60 വർഷമായി പഴയ നിയമത്തിലെ ഓരോ സവിശേഷമായ വാക്കുകളെയും അടിസ്ഥാനമാക്കി നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിച്ചിട്ടുള്ള ആയിരക്കണക്കിന് മുൻകാല വിധികൾ അഥവാ ജുഡീഷ്യൽ പ്രസിഡൻസ് ഉണ്ട്. വളരെ സെൻസിറ്റീവായൊരു വിഷയമാണത്. പുതിയ നിയമത്തിൽ ആ പഴയ വാക്കുകളില്ലെങ്കിൽ ആ വിധികൾ പുതിയ നിയമത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും? നിയമം ലളിതമാകുമ്പോൾ പഴയ തർക്കങ്ങൾ ശരിക്കും അവസാനിക്കുമോ? അതോ പഴയ കോടതി വിധികൾ പുതിയ നിയമത്തിനു ബാധകമാണോ എന്നതിനെ ചൊല്ലി പുതിയ തർക്കങ്ങൾക്കും പുതിയ ലിറ്റിഗേഷനുകൾക്കും അത് തുടക്കമിടുമോ? അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ അടുത്ത 60 വർഷത്തേക്കുള്ള പുതിയ വ്യവഹാരങ്ങളുടെ തുടക്കമായിരിക്കുമോ 2026? അതേക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങളുടെ ഈ ഡിസ്കഷനിൽ പങ്കെടുത്തതിന് നന്ദി. വീണ്ടും കാണാം.